ഹായ്. ഇന്ന് കാതലിന സിനിമ IFFക്കിൽ രണ്ടാമത്തെ ദിവസം പ്രദർശിപ്പിച്ചപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് മുന്നേ പറഞ്ഞത് തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടി അഭിമാനത്തോടു കൂടി തന്നെ ആ സിനിമയെ കാണാൻ പറ്റുന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ കൂടി സാധിച്ചു എന്നുള്ളതാണ്. അതെ, ജിയോ ബേബിയുടെ ഈ നിലവിലത്തുള്ളൊരു ഈ ഒരു ഇഷ്യൂ എന്നുള്ളത് ഭയങ്കര ഒരു പ്രതിഷേധം അർഹിക്കുന്നൊരു വിഷയം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ കണക്ക് കേരളം ഒരുപോലെ രണ്ട് കൈനീട്ട് സ്വീകരിച്ചൊരു മൂവിക്ക് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ മറ്റൊരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെടുകയും ക്ഷണിച്ചതിൻ്റെ ആ ദിവസം തന്നെ ഈ പറഞ്ഞ കണക്ക് മാറ്റി നിർത്തി എന്നുള്ളത്, അതിപ്പം ജിയോ ബേബിനെ മാറ്റി നിർത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്കും ഒരു കൂട്ടം മനുഷ്യരെ മാറ്റി നിർത്തിയ ഒരു മനോഭാവത്തിലാണ് കാണുന്നത്. കാരണം ഒരു തരത്തിലും ഈ ക്യൂർ വിഷയങ്ങൾ അംഗീകരിക്കാത്ത, LGBTIQ വിഷയങ്ങൾ അംഗീകരിക്കാത്ത ഒരു കലാലയം ഇന്ന് കേരളത്തിനകത്തുണ്ടെന്നുള്ളത് നമ്മളൊരു പക്ഷേ പഠിക്കാനിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് ഒരു പക്ഷേ തുടക്കകാലങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ളൊരു അക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയത്. അതിനപ്പുറത്തേക്ക് വിദ്യാലയങ്ങളിൽ തന്നെ ഇത്തരം ടോക്സിസിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരം മനുഷ്യരെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഇടങ്ങളുണ്ടെന്ന് പോലും ഒരു പക്ഷേ ഈ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർത്തും ആ വിദ്യാർത്ഥികളോട് ഇല്ലെങ്കിൽ അത്തരം തീരുമാനമെടുത്ത വിദ്യാലയത്തോടും അല്ലെങ്കിൽ ആ കലാലയത്തോടും വിദ്യാർത്ഥികളോടും അങ്ങേറ്റം സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ മുൻപും ഇതെൻ്റെ ഇതെൻ്റെ നാലാമത്തൊരു വരവാണ്, നാലാമത്തൊരു വർഷമാണ്. ഞാൻ മുൻപ് ഭയങ്കര പ്രൗഡായിട്ട് പറയും, ഞാൻ ആൺകുട്ടിയായിട്ടും IFFക്ക് വേദിയിൽ വന്ന ഒരാളാണ്. എനിക്കതേ ആൾ തന്നെ ഒരു സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്ത് അഭിമാനത്തോടു കൂടി പിന്നെ ഈ പറഞ്ഞിടക്ക് 3 വർഷം പിന്നീട് വന്നു. എൻ്റെ ആദ്യത്തെ വർഷം ഞാൻ ആൺകുട്ടിയായിട്ടാണ് വന്നത്. ഭയങ്കര എനിക്ക് തോന്നുന്നു IFFക്ക് എല്ലാ വർഷവും കൂടി ഒരു പുതുമയുള്ളൊരു ഇടങ്ങളായിട്ട് മാറുന്നു, വേദിയായിട്ട് മാറുന്നു. ഇവിടുത്തെ ഡെലിഗേറ്റ് പാസുകളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പാസുകളുടെ ഒക്കെ എണ്ണം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇവിടെ വരുന്ന സിനിമകളുടെ ഒരു യുക്തിയും അല്ലെങ്കിൽ ആ ഒരു മൂല്യമൊക്കെ ജനങ്ങളുടെ ഇടയിൽ എത്തുന്നു. മാത്രമല്ല ഫെസ്റ്റിവൽ മൂവികളെ മുൻകാലങ്ങളിൽ കണ്ടിരുന്ന രീതിയിലല്ല ഇപ്പോൾ മനുഷ്യർ കാണുന്നത്. അത് കുറച്ചും കൂടി സാമൂഹികപരമായിട്ട് ആ വിഷയങ്ങളെ കാണുന്നു. കുറച്ചും കൂടി കണ്ടൻ്റുള്ള, കുറച്ചും കൂടി മൂല്യമുള്ള സിനിമകളെ തിരഞ്ഞെടുക്കുന്നു, അതിന് അവാർഡുകൾ കിട്ടുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ തിരഞ്ഞെടുപ്പുകൾ ഭയങ്കര ഒരു സട്ടൺ നല്ലൊരു തീരുമാനമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പം എല്ലാ വർഷവും പുതുമയുള്ള വേദിയാണ്, ഇനിയും ഈ വരുന്ന വർഷങ്ങൾ ഉണ്ടായിരിക്കും. മലയാള സിനിമയോ? അതെ, സിനിമകൾ എല്ലാ കാലവും ജനങ്ങളെ സ്വാധീനിക്കുന്നുള്ളത് നമ്മൾ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാന്തുപൊട്ടുള്ള സിനിമ ഞാനടങ്ങുന്ന കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാർ ഒരു പക്ഷേ അനുഭവത്തിൻ്റെ വക്കിലെത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ചാന്തുപൊട്ടുന്ന സിനിമ. കാരണം ആ ഇടത്ത് നിന്ന് സിനിമകൾ സ്വാധീനിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി വരുന്ന കാലഘട്ടത്തിലും ഒരു പക്ഷേ ചില വിഷയങ്ങൾ സിനിമയിലൂടെ പറഞ്ഞാൽ തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് പക്ഷേ ഈ കാതലിലൂടെയോ അല്ലെങ്കിൽ ഇപ്പം മൂത്തു എന്ന സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിലൂടെ സമൂഹത്തിൽ കുറച്ചും കൂടി മാറ്റം സംഭവിക്കാൻ കാരണമാകുന്നുണ്ടത് സന്തോഷം കൂടിയുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഭയങ്കര ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വലിയ രീതിയിൽ തന്നെ അത് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊരു തുടക്കമായിട്ട് കാണുന്നു. ഇനിയും പുതിയ സിനിമകൾ, പുതിയ ആശയങ്ങൾ, വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെ മറ്റ് പ്രമുഖ നടന്മാർ വരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള തെളിവാണല്ലോ ഈ സിനിമ വിജയമായിട്ട് 25ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം 25 ദിവസം കൊണ്ട് എല്ലാ തിയേറ്ററുകളിലുമുള്ള അല്ലെങ്കിൽ ഏകദേശം തിയേറ്ററിലുള്ള ഒരു സിനിമയായിട്ട് കാതൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് പിന്നെ ഇവിടുത്തെ ഒരു ഓഡിയൻസിനെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഉറപ്പായിട്ടും ചലച്ചിത്രമേളയിൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് രാവിലെ ഇത് ബുക്കിംഗ് സമയത്ത് മിക്ക സിനിമകളുടെയും സീറ്റിൻ്റെ ബുക്കിംഗ് കൂടുകയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെട്ട സിനിമകൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അതെന്തുകൊണ്ടാണ്? സിനിമകൾ അത്രത്തോളം അതിൻ്റെ മൂല്യം നോക്കി ആൾക്കാർ തിരഞ്ഞെടുക്കാൻ തുടങ്ങി എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. മുൻകാലങ്ങളിലാണ് തോന്നുന്നു ക്യൂ നിന്ന് നമ്മൾ സിനിമ കണ്ടിരുന്നത്. ഇതിപ്പോൾ മാറിപ്പോൾ ഓൺലൈൻ ടെക്നിക്കൽ വശങ്ങളിലൂടെ പോയി. അപ്പോൾ അത് കുറച്ചും കൂടി ഫില്ലായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ ആൾക്കാരുടെ തിരഞ്ഞെടുപ്പ് ഭയങ്കര കൂടി എന്നുള്ളതാണ്.